ഓസ്റ്റിയോമലേഷ്യ, സോഫ്റ്റനിങ് ഓഫ് ബോൺസ്. ഓസ്റ്റിയോമലേഷ്യ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെയും ഫോസ്ഫേറ്റിന്റെയും കാൽസ്യത്തിന്റെയും അളവുകൾ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോമലേഷ്യ. അങ്ങനെ വിറ്റാമിൻ ഡിയുടെയും കാൽസ്യത്തിന്റെയും ഒക്കെ അളവ് കുറഞ്ഞാൽ നമ്മുടെ എല്ലിന്റെ കട്ടി കുറയും. ഇങ്ങനെ എല്ലിന്റെ കട്ടി കുറഞ്ഞാലോ നമുക്ക് ഫ്രാക്ചർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കുഞ്ഞുങ്ങളിലും ചെറുപ്പക്കാരിലുമാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഓസ്റ്റിയോമലേഷ്യ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ നട്ടെല്ലിന് വളവുണ്ടാകും. എന്നാൽ പ്രായമുള്ളവർക്കാണെങ്കിൽ ഫ്രാക്ചർ ആണ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. ഓസ്റ്റിയോമലേഷ്യയുടെ രോഗലക്ഷണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ബാക്കിലായിരിക്കും. പിന്നെ ജോയിന്റ് പെയിൻ, ലെഗ് പെയിൻ, ബോൺസ്, അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ്, അതുപോലെ തന്നെ ഫ്രാക്ചറും ഇതിന്റെയൊക്കെ ഒരു സിംറ്റംസ് ആണ്. നമുക്ക് ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കാം. നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ട് സൂര്യപ്രകാശം കിട്ടാത്തതും, അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിൻ ഡിയും കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതും, നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെയും ഫോസ്ഫേറ്റിന്റെയും കാൽസ്യത്തിന്റെയും മെറ്റാബോളിസം ശരിയായി നടക്കാത്ത സമയത്ത് നമുക്ക് ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് മാൽ ന്യൂട്രീഷൻസ് കുറവ് സംഭവിച്ചാലും ഓസ്റ്റിയോമലേഷ്യ കുഞ്ഞുങ്ങൾക്ക് വരും. ഓസ്റ്റിയോമലേഷ്യ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം പ്രിവെന്റീവ് എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് വൈറ്റമിൻ ഡി, കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലി ഫിഷ്, അതുപോലെ തന്നെ സാൽമൺ, മാക്രൽ, സാൽമണസ്, അതുപോലെ തന്നെ എഗ് യോക്ക്, റെഡ് മീറ്റ്, ലിവർ എന്നിവയൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കും. ഓസ്റ്റിയോമലേഷ്യ വന്ന പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കാൽസ്യം, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സും ആണ് കൊടുക്കുന്നത്. ഓസ്റ്റിയോമലേഷ്യയുടെ ICD കോഡാണ് M83.9.